നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL നിന്നൊരു കിടിലൻ പോരാട്ടമാണ്. RCB DC-യുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഡബിൾ ഹെഡറാണ് ആദ്യത്തെ മത്സരം. 3:30 മത്സരം RCB വേഴ്സസ് DC. RCB കളിച്ച 5 കളികളിൽ നിന്ന് 4 വിജയവുമായിട്ട് 8 പോയിൻറ്റോടെ 2ാം സ്ഥാനത്താണെങ്കിൽ 4 കളികളിൽ നിന്ന് 4 പോയിൻറ്റുള്ള DC 6ാം സ്ഥാനത്താണ്. സോ DCക്ക് തിരികെ വന്നേ പറ്റൂ. ബംഗളൂരുവിലെ സ്റ്റേഡിയത്തിൽ എന്ത് സംഭവിക്കും? മുമ്പൊക്കെ ചിന്നസ്വാമി സ്റ്റേഡിയമാണോ? RCB പെട്ടു. സ്വന്തം ഹോം ഗ്രൗണ്ടിൽ പോലും വിജയിക്കാൻ പറ്റാത്ത ടീം എന്നുള്ള തരത്തിലുള്ള ഒരാക്ഷേപം അവർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ സ്വന്തം മൈതാനത്ത് കരുത്ത് കാണിച്ച് മുന്നോട്ട് കുതിക്കുന്നൊരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പോരാട്ടം പ്രതീക്ഷിക്കുന്നു. RCBയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ജോഷ് ഹേസൽവുഡ് പറഞ്ഞത് ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കോഹ്ലി പൂർണ്ണ ഫിറ്റാണോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കാൻ തന്നെയാണ് സാധ്യത. അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നമ്മൾ അവരുടെ പ്ലേയിങ് ലെവലിൽ പ്രതീക്ഷിക്കണം. എന്തായാലും ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബിൾ 12 നോക്കുമ്പോൾ ഇത് ഒരു കാര്യം വീണ്ടും പറയുന്നു, ഈ പ്ലേയേഴ്സ് ഫിറ്റ് ആണെങ്കിൽ ഇത് തന്നെയായിരിക്കും അവരുടെ പ്രോബിൾ 12. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, ദെൻ ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, റഷീഖ് സലാം, സുയാഷ് ശർമ്മ. മറുഭാഗത്ത് DCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കൺഫ്യൂഷനാണ്. നിതീഷ് റാണയെ ഇങ്ങനെ ഇനിയും കളിപ്പിക്കണോ, അതല്ല അശുതോഷ് ശർമ്മയെ ലോവർ ഡൗണിൽ കളിപ്പിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളുണ്ട്. അതുപോലെ ഓക്കിബ് നബി, വിപ്രാജ് നിഗത്തിന് പകരം ഓക്കിബ് നബിയെ കളിപ്പിക്കുമ്പോഴുള്ള പ്രോസ് ആൻഡ് കോൺസും അവർക്ക് ഇനിയും അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അവരുടെ ഒരു പ്രോബിൾ 12 നോക്കുകയാണെങ്കിൽ പത്തും നിസാങ്ക, KL രാഹുൽ, ദെൻ നമ്പർ 3 നിതീഷ് റാണ, അതല്ലെങ്കിൽ അശുതോഷ് ശർമ്മയാണെങ്കിൽ അദ്ദേഹം ലോവർ മിഡിൽ ഓർഡറിലേക്ക് ഇറങ്ങിയേക്കും. ദെൻ സമീർ റിസ്വി, അക്സർ പട്ടേൽ, ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, വിപ്രാജ് നിഗം ഓർ ഓക്കിബ് നബി, ദെൻ ലുങ്കി എങ്കേഡി, കുൽദീപ് യാദവ്, ടി നടരാജൻ, മുകേഷ് കുമാർ. എന്തായാലും ബംഗളൂരുവിലെ പിച്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ല റണ്ണൊഴുകുന്ന കണ്ടീഷൻ തന്നെയാണ്. കഴിഞ്ഞ മത്സരങ്ങൾ നമ്മൾ കണ്ടതാണത്. സോ ഒരു നല്ല രൂപത്തിലുള്ള പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.